Dear students, which of the following leadership style is least recommended? Options: laissez-faire, autocratic, democratic, all. ഇതിൽ ഡെമോക്രാറ്റിക് അല്ല, ബാക്കി രണ്ടിൽ ഏതാണ് എന്നുള്ള സംശയമാണ് മിക്ക കുട്ടികൾക്കും വന്നിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ റെസ്പോൺസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സിന്റെ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രൊഡക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു, ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതേസമയം ഓട്ടോക്രാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സെൻട്രലൈസേഷൻ ആണ്. അവിടെ ടോപ്പ് അതോറിറ്റി അല്ലെങ്കിൽ മാനേജർ ഡിസിഷൻസ് എടുക്കുകയും പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെ സബോർഡിനേറ്റ്സിന്റെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ സജഷൻസ് കൺസിഡർ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് അതിനെ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, ഹിറ്റ്ലർ ഫോളോ ചെയ്ത സ്റ്റൈലാണ് എന്നൊക്കെ പറയും. അതേസമയം ലേസസ്-ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ വേറൊരു സ്റ്റൈലാണ്. എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ലീഡർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കുകയാണ്. ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. ഡിസിഷൻ എടുക്കാം, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങൾ വരുന്നതും പോകുന്നതും എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം, ഓക്കെ എന്നുള്ള രീതിയിൽ വിട്ടുകൊടുത്തിട്ട് പുള്ളി മാറി നിൽക്കുന്നു. ചിലപ്പോൾ പുള്ളി അവിടെ ഉണ്ടാവണം എന്നില്ല. അപ്പൊ അതിന്റെ ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സൂപ്പർവൈസർ വിത്തൗട്ട് സൂപ്പർവൈസിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അവിടെ സൂപ്പർവൈസർ ഉണ്ട് പേരിന് മാത്രം, പക്ഷേ സൂപ്പർവൈസിങ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്തുകൊണ്ട് പിന്നെ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്ന സ്റ്റൈൽ ആൻസർ ആയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉദാഹരണം കൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു മാസ് കാഷ്വാലിറ്റി വരുന്നു. മാസ് കാഷ്വാലിറ്റി വരുന്ന സമയത്ത് അവിടെ ടീം മാനേജർ അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ആണ്. അങ്ങനെ ഇപ്പോൾ ഇന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകണം എന്ന് പറയുമ്പോൾ അവിടെ ലീഡർ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പാടില്ല. കാരണം 250 പേഷ്യൻസ് ഒരുമിച്ച് വരികയാണ്, അവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെമ്മോ കിട്ടും. ഇത്തരത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ലീഡറിന്റെ ഭാഗത്ത് നിന്ന് വന്നാൽ മാത്രമേ അവിടെ ആ കാര്യങ്ങൾ, അവിടുത്തെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് തീരെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ്, എമർജൻസി സിറ്റുവേഷൻസ്, മാസ് കാഷ്വാലിറ്റി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലീഡർ ഓട്ടോക്രാറ്റിക് ആയിട്ട് മാറണം. അല്ലാതുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഡെമോക്രാറ്റിക് ആയിട്ട് നിൽക്കാവൂ എന്നുള്ളതാണ് സ്റ്റൈലിന്റെ പ്രത്യേകത. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ പല ലീഡർഷിപ്പ് സ്റ്റൈലും സിറ്റുവേഷൻ അനുസരിച്ച് മാറണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലേ? എപ്പോഴാണോ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ആ സമയത്ത് ഓട്ടോക്രാറ്റിക് സ്റ്റൈലിലും, അല്ല അത്തരത്തിലല്ലാത്ത സാഹചര്യത്തിലെ ഡെമോക്രാറ്റിക് സ്റ്റൈലിലും മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേസസ്-ഫെയർ എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ സൂപ്പർവൈസർ ഉണ്ട്, പക്ഷെ സൂപ്പർവൈസിങ് ഇല്ല. തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിയെയും അതേപോലുള്ള കാര്യങ്ങളെയും പൂർണ്ണമായിട്ടും ബാധിക്കും. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കൺഫ്യൂസിങ് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ റിസർച്ചിൽ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സുകളിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും നമ്മൾ കുറേശ്ശെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും.